യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ദൈവം അബ്രഹാമിനോട് സംസാരിക്കുന്നതായ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു: അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. എന്നിട്ട് ദൈവം സംസാരിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഈ 99-ാമത്തെ വയസ്സിന് ശേഷമാണ് അബ്രഹാമിന് ദൈവം ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തം, അതെ, അവന് മക്കൾ ഉണ്ടാകും എന്നുള്ള വാഗ്ദത്തം, ആ വാഗ്ദത്തം നിറവേറുന്നത്. എന്നാൽ അതിന് മുമ്പായിട്ട് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് വളരെ വിലയേറിയതായ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഞാൻ ഇത് സംബന്ധിച്ചുള്ള ചിന്തയിലൂടെ കടന്നുപോയപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ദൈവം അബ്രഹാമിനോട് കൂടെ ഉള്ളതായ ഒരു വലിയ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത്. അല്ലെങ്കിൽ തൻ്റെ 99-ാമത്തെ വയസ്സ് അത്രത്തോളം പ്രധാനമുള്ള ഒന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഈ ഭൂമിയിൽ ദൈവം എന്തെങ്കിലും ചെയ്യുന്നത് നമ്മളോട് കൂടിയാണ്. നമ്മളോട് കൂടെയുള്ള പാർട്ട്ണർഷിപ്പിൽ, ആ പങ്കാളിത്തത്തിലാണ് ദൈവം ചെയ്യുന്നത്. ഇവിടെ അബ്രഹാമിനോട് ചേർന്നുള്ളതായ ഒരു പങ്കാളിത്ത പ്രവൃത്തിയിൽ ദൈവം ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇവിടെ അബ്രഹാം ദൈവത്തോട് എന്തെങ്കിലും പറയുന്നതായിട്ടല്ല, അല്ലെങ്കിൽ ദൈവം എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങോട്ട്, അല്ലെങ്കിൽ ദൈവത്തോട് അബ്രഹാം ആവശ്യപ്പെടുന്നതായിട്ടല്ല, മറിച്ച് അബ്രഹാമിനോട് ദൈവം ആവശ്യപ്പെടുന്നതായ കാര്യങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോഴാണ് അതേ ദൈവീകമായ പങ്കാളിത്തങ്ങൾ, ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മളിൽ ദൈവം ആരംഭിക്കുന്നത്. നമുക്ക് ദൈവത്തോട് ശരിയായിട്ടുള്ള ബന്ധമില്ലെങ്കിൽ ഒരിക്കലും ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അതേ നമ്മളോട് ചേർന്ന് നടപ്പിലാക്കുവാൻ ദൈവത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തോട് ഒരു ബന്ധം ഉണ്ടാകണമെന്ന് വ്യക്തമായി പലപ്പോഴും പറയുന്നത്. അതേ വിശുദ്ധ വേദവസ്തം തന്നെ നമ്മളോടത് പറയുന്നുണ്ടല്ലോ. അതേ ദൈവത്തോടുള്ള ബന്ധമാണ് ഏതൊരു രാജ്യത്തിൻ്റെതാണെങ്കിലും ഏതൊരു വ്യക്തിയുടേതാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ബഥാനിയിലെ അതേ ലാസറിൻ്റെയും അതേ സഹോദരിമാരായ മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ കർത്താവ് യേശുക്രിസ്തു വന്നിരുന്നു, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് യേശു ചെന്നിരുന്നു. അതിൻ്റെ കാരണം എന്താ? യേശുക്രിസ്തുവിനോടുള്ള അവരുടേതായ ബന്ധമായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു ബഥാനിയിൽ അവരുടെ ഭവനത്തിൽ ചെല്ലുന്നത് അവർക്ക് ഒരു അനുഗ്രഹമായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ അതേ അവരിലൂടെ തന്നെ ദൈവം നടപ്പിലാക്കി എന്നുള്ളത് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ചുരുങ്ങിയ യേശുക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ നമുക്കറിയാം, ഏതാണ്ട് 2-3 ചാപ്റ്ററുകളിൽ യേശുക്രിസ്തു ബഥാനിയയിൽ ചെലവഴിക്കുന്നതിൻ്റെയും ബഥാനിയയിലെ ആ ഭവനത്തിൽ യേശുക്രിസ്തു ആഹാരം കഴിക്കുന്നതിൻ്റെയൊക്കെ രേഖകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ദൈവത്തോടുള്ള ബന്ധമാണ് ദൈവത്തിൻ്റെ ആ പ്രവൃത്തികൾ, നമ്മളോട് ചേർന്നുള്ള പങ്കാളിത്ത പ്രവൃത്തികൾ തന്നെ വെളിപ്പെടുവാൻ കാരണമായി തീരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞ നാളുകളെ പോലല്ല, ദൈവത്തോട് ഒരു പുതിയ ബന്ധത്തിലേക്ക്, ദൈവത്തോട് ഒരു പുതിയ സമർപ്പണത്തിലേക്ക്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതുപോലെ അബ്രഹാം സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു. അതായത് അവൻ്റെ മുഴുവൻ ആളത്വവും ദൈവമുമ്പാകെ സമർപ്പിക്കുകയും അവൻ ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാകാം കർത്താവ് യേശുക്രിസ്തു തൻ്റെ പ്രസംഗ വേളകളിൽ എപ്പോഴും ആവർത്തന പുസ്തകത്തിലെയും സംഖ്യാപുസ്തകത്തിലെയും കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് പറയാറുണ്ട്: നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സേവിക്കണം, സ്നേഹിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മളിലൂടെ വെളിപ്പെടുന്നത്. ദൈവം അത് ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും എടുക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മളിലൂടെ ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തിന് അബ്രഹാമിനെ ആവശ്യമാണ്. കാരണം ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ നടപ്പിലാക്കേണ്ടതിന് ദൈവത്തിന് അബ്രഹാമിനെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നത് വിത്ത് എ പർപ്പസ്. നമ്മൾ ഈ ഭൂമിയിൽ നശിച്ചു പോകാനല്ല, നമ്മൾ എന്നേക്കുമായി ഇല്ലാതെ പോകാനല്ല, മറിച്ച് നമ്മളിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവത്തിന് ഇഷ്ടം വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത്. അബദ്ധത്തിൽ ഈ ദൈവഭാഗത്തേക്ക് വന്നുവെന്ന് ആരും വിചാരിക്കരുത്, മറിച്ച് ഗാഡ് കോൾഡ് യു വിത്ത് എ പർപ്പസ്. ദൈവം നിങ്ങളെ വിളിച്ചത് തൻ്റെ ഉദ്ദേശപ്രകാരമാണെന്ന് നമ്മൾ അറിയണം.
അതേ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷമാകുന്നത്. അങ്ങനെ പ്രത്യക്ഷമാകുമ്പോൾ ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത ധാരാളം കാര്യങ്ങളുണ്ട്. നോക്കൂ, ഇവിടെ നമ്മൾ വായിച്ചു ഈ ആദ്യ ഭാഗങ്ങളിൽ തന്നെ, ഈ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ, ഞാൻ നിന്റെ പേര് മാറ്റാൻ പോവുക, നിന്റെ പേര് ഇനി അബ്രാം എന്നല്ല, നിന്റെ പേര് അബ്രഹാം. അതായത് നീ ബഹുജാതികൾക്ക്, അനേക രാഷ്ട്രങ്ങൾക്ക് നീ പിതാവായിട്ട് മാറും. അതേപോലെ തന്നെ നിന്റെ പേര് നേരത്തെ അബ്രാം എന്നായിരുന്നു. അതായത് നീ അനേകർക്ക് പിതാവായിരുന്നു, എന്നാൽ നീ അനേകർക്കല്ല, മറിച്ച് നീ അനേക രാഷ്ട്രങ്ങൾക്ക് പിതാവായി തീരും. അതായത് ദൈവം അബ്രഹാമിന്റെ അതിരുകളെ വിശാലമാക്കാൻ പോകുകയാണ്. ഇന്ന് ഈ വചനം പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അതിരുകളെയും ദൈവം വിശാലമാക്കും. നിങ്ങളൊരു പക്ഷേ ഒരു ഗ്രാമത്തിൽ, അല്ലെങ്കിൽ ഒരു ഭവനത്തിൽ, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ എന്നൊക്കെ ആയിരിക്കാം നിങ്ങളുടെ അതിരുകൾ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവത്തിന് നിങ്ങളെ വിസ്തൃതമാക്കാൻ കഴിയുമെന്ന് ഇന്ന് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്, ദൈവത്തിൻ്റെ ആലോചനയായിട്ട്. പക്ഷേ ദൈവത്തിന് ഒരു നിയമമുണ്ട് എന്നുള്ള കാര്യം അബ്രഹാം അറിയേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നമുക്കറിയാവുന്ന നിയമങ്ങൾ, പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമം എന്ന് പറയുന്നത് മോശ മുഖാന്തരം ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തതായ പ്രമാണം അഥവാ നിയമമാണ്, കവനന്റ് ആണ്. എന്നാൽ പുതിയ നിയമം എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് എല്ലാവർക്കും ദൈവം നൽകിയതായ ഒരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുകയുണ്ടായി. ദൈവിക ഉടമ്പടിയിൽ മനുഷ്യർക്ക് യാതൊരു വിധമായ കോൺട്രിബ്യൂഷനുമില്ല, മറിച്ച് ദൈവം തന്നെയാണ് ആ നിയമം ഉണ്ടാക്കി. അതേ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കടന്നു വരേണ്ടതിന് വേണ്ടി നമ്മൾ ആ നിയമം അനുസരിച്ചെങ്കിൽ മാത്രമേ അതിന് സാധ്യമാവുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വരണമെങ്കിൽ നമ്മളത് അനുസരിച്ച് മതിയാവുകയുള്ളൂ. അത് സംബന്ധിച്ചുള്ള ചില വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിക്ക് മധ്യേ എൻ്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. ഇവിടെ വാസ്തവത്തിൽ ദൈവവും അബ്രഹാമും തമ്മിൽ ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ അല്ല, അബ്രഹാമിനോട് ദൈവം സംസാരിക്കുമ്പോൾ അബ്രഹാമിന്റെ ചിന്തയിൽ കടന്നു വരുന്നത് അതേ കനാൻ ദേശം എന്നുള്ളതായ ഒരു കാര്യമാണ്. ദൈവം തനിക്ക് ഭൂമി തരും. വാസ്തവത്തിൽ ദൈവം വിളിക്കുമ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത്? അതെ, ഞാൻ നിന്നെ കാണിപ്പാതിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഇത് അബ്രഹാമിന് കൊടുക്കുമ്പോൾ തന്നെ മറ്റൊരു ചിന്ത കൂടെ ദൈവം അബ്രഹാമിന് കൊടുക്കുന്നു. ആ ചിന്തയിലേക്ക് തന്നെ അബ്രഹാം കടന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കനാൻ ദേശം എന്നുള്ളതല്ല, മറിച്ച് ദൈവം എന്നേക്കും അവരുടെ ദൈവമായിരിക്കണം. കനാൻ ദേശം അബ്രഹാമിനും അബ്രഹാമിന്റെ സന്തതിക്കും തലമുറ തലമുറയായി ഇരിക്കും, അല്ലെങ്കിൽ ഇരിക്കണമെന്ന് ദൈവം വിഭാവനം ചെയ്യുമ്പോൾ തന്നെ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടെ അവർ കാണേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ദൈവം പറയുന്നത്. ദൈവം അവരുടെ ദൈവമായി എന്നേക്കും ഇരിക്കണം എന്നുള്ള വസ്തുത. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തവുമായി ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും ഹൃദയത്തിൽ ആഗ്രഹിക്കാറുണ്ട്. അത് അങ്ങനെ തന്നെയാണെന്ന് നമ്മൾ ചിന്തിക്കാറുമുണ്ട്. ഉദാഹരണത്തിന് ഒരു വീട്, എനിക്കൊരു വീട് ദൈവം തരുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. വാസ്തവത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു വാഗ്ദത്തം പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഗ്ദത്തമുണ്ട്. എങ്ങനെയാ? നമ്മൾ ആ വാഗ്ദത്തത്തെ പ്രാപിക്കാൻ തക്കവണ്ണമായി അനേക വാക്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്? ആ വാഗ്ദത്തങ്ങളെ നമ്മുടേതായിട്ട് നമ്മൾ സ്വീകരിക്കുക ചെയ്യുന്നത്. അതായത്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമായിരിക്കും. അപ്പോൾ ഈ ഭൂമിയിൽ ഞാൻ പരദേശിയായി പാർക്കുവാൻ ദൈവം എനിക്കൊരു ഭവനം തരും എന്ന് പറഞ്ഞ ആളുകൾ ആ വാക്യത്തെ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് ദൈവം ഒരു വീട് തരുമെന്ന് വിശ്വസിക്കാറുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള വിശ്വാസത്തെ ദൈവം തള്ളിക്കളയത്തില്ല. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു വ്യക്തി ഒരു വാക്യത്തെയോ അല്ലെങ്കിൽ ദൈവവചനത്തെയോ കണ്ടുകൊണ്ട് ഒരു കാര്യം ആ വ്യക്തി വിശ്വസിക്കുന്നെങ്കിൽ നമുക്കതിനെ പോഷത്വമെന്നോ നിസ്സാരമെന്നോ കാണുവാൻ കഴിയത്തില്ല. അതിനൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ശുശ്രൂഷയിലെ ഒരു കനാനി സ്ത്രീ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അടുത്തു വന്നു. നമുക്കറിയാം, കനാനി സ്ത്രീ എന്നവിടെ പറയുമ്പോൾ യഹൂദന്മാരുമായിട്ട് യാതൊരു ബന്ധമില്ല. അവൾ ജാതീയമായ ദൈവത്തെ ആരാധിക്കുന്നവളാണ്. ജീവനുള്ള യഹോവയെ ദൈവത്തെ ആരാധിക്കുന്നവളല്ല. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ട് അവൾ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് അവൾ പറഞ്ഞു, കർത്താവേ, എൻ്റെ മകൾ പൂതോദരം ബാധിച്ച് അതികഠിനമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു. ഇത് പറയുമ്പോൾ ആ സ്ത്രീ എന്താണ് ചെയ്തത്?
യേശുക്രിസ്തു പറഞ്ഞ ആ വാക്യത്തെ പിടിച്ചുകൊണ്ട് തന്നെ അവൾ പറയുന്നു, നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൊണ്ട് ഉപജീവിക്കുന്നുണ്ടല്ലോ. നോക്കൂ, അവൾ യേശു പറഞ്ഞതായ ആ വാക്കിനെ താൻ സ്വീകരിച്ചുകൊണ്ട്, അവൾക്കെതിരായുള്ള ഒരു വാക്ക് തന്നെയാണ് യേശുക്രിസ്തുവോട് പറയുന്നത്, പക്ഷേ ആ വാക്കിനെ പോലും ദൈവവചനമായി അംഗീകരിച്ചുകൊണ്ട്, അത് തൻ്റെ അവകാശമാണ്, ഞാനൊരു നായ്ക്കുട്ടി തന്നെയാണ്, എനിക്കും പക്ഷേ ഭക്ഷണത്തിന് അവകാശമുണ്ടെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു പറയുന്നത്, ഇസ്രായേലിൽ കൂടെ ഞാൻ ഇത്രത്തോളം ഒരു മഹത്വമുള്ള വിശ്വാസം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ദൈവവചനത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവവചനത്തിലെ വാക്യങ്ങൾ, അവയൊക്കെയും തന്നെ ദൈവവചനമായതുകൊണ്ട് നമ്മൾ അതിനെ സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും ദൈവം അതിനെ നീതിയായി കണക്കെടുത്തതായ ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നതായ രക്തസ്രവക്കാരിയ സ്ത്രീ, അന്നുവരെ ഒരുപക്ഷെ ആരും തന്നെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചില്ലായിരിക്കാം. പക്ഷെ അവളുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസം രൂപീകരിച്ചു. അവൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിൽ തൊടും. എനിക്ക് അവിടേക്ക് ചെല്ലാൻ കഴിയത്തില്ല, പക്ഷേ ഐ ക്യാൻ ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ സാധിക്കും. നോക്കൂ, അവൾ എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയാത്തവളായിരുന്നു. അവൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ല. പക്ഷേ അവളുടെ വിശ്വാസത്തെ ദൈവം മാനിപ്പാനിടയായി തീർന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവവചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വസിക്കുന്നതായ ഏത് വിഷയത്തിലും അതേ ദൈവത്തിൽ തന്നെയാണ് നിങ്ങളുടെ ആശ്രയമെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അതുതന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അബ്രഹാം അതേ ഒരു ദേശത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം തന്നോട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഒരു ദേശത്തെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ദേശത്തെക്കുറിച്ച് തന്നെയാണ്, ദേശം കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ദൈവത്തിന് നിയമം അവിടെ പറയുന്നു. നമ്മൾ അടുത്ത ദിവസം അതിനെക്കുറിച്ച് കുറച്ചുകൂടെ സംസാരിക്കുന്നതാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതെ, നമുക്ക് വിശ്വാസമുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ അതേ സമയം തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തെയും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആഗ്രഹം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവവും നാമും തമ്മിലുള്ള ബന്ധം ഒരു വൺ മാൻ സൈഡ് റിലേഷൻഷിപ്പ് അല്ല, മറിച്ച് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്, തമ്മിലുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ അതെ ദൈവം നമ്മളുടെ ആഗ്രഹത്തെ മാനിക്കുന്നു, നാമും ദൈവത്തിൻ്റെ ആഗ്രഹത്തെ മാനിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അടുത്ത ദിവസത്തെ പ്രഭാത വചന ധ്യാനത്തെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ വിവരങ്ങളെ കേൾപ്പിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾക്കുള്ളത് മാത്രം ചിന്തിക്കുന്നവരാണ്. പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ, ആ മ്യൂച്വൽ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ, കർത്താവേ, ഞങ്ങൾ ദൈവത്തിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കണം എന്നുള്ളതായ പ്രധാനപ്പെട്ട സന്ദേശം അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ തന്നെ ആത്മീയമായി കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.